Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം പ്രത്യേകം ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കല്ലേ. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ OnePlusന്റെ ടർബോ 6X സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. OnePlusന്റെ ടർബോ 6Xും 6X Pro വെർഷനും ആണ് ഇറങ്ങാൻ പോകുന്നത്. ഇനി നമുക്ക് സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ OnePlusന്റെ ടർബോ 6Xലേക്ക് കടക്കുമ്പോൾ ഇത് ഡിമെൻസിറ്റിൻ്റെ 7360 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. ഇത് LTPS ഡിസ്പ്ലേ ആണ്, LTPO ഡിസ്പ്ലേ അല്ല. 6.7 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD+ റെസൊല്യൂഷൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 7000 mAh ബാറ്ററി, 45 വാട്ട്സ് ചാർജർ വിത്ത് ബൈപ്പാസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ക്യാമറ മെഗാപിക്സലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മോണോക്രോം സെൻസർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ പോരാത്തതിന് ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറ 8 മെഗാപിക്സലിലെ ക്യാമറ വെച്ചിട്ടാണ് ഈ OnePlusന്റെ ടർബോ 6X എന്ന് പറയുന്ന മോഡൽ ഇറങ്ങാൻ പോകുന്നത്. റെൻഡറും കാര്യങ്ങളും ഞാൻ ഇവിടെ റിവീൽ ചെയ്യാം, പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ചൈനീസ് യുവാനിലും ഒരു പ്രൈസ് ഇടുന്നുണ്ട്, അതേപോലെ തന്നെ ഡോളറിലും ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് ഞാൻ ഇടുന്നുണ്ട്. ഇതൊരു IPS LCD 6.7 ഇഞ്ചിൻ്റെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോണ് ഇറങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബൈപ്പാസ് ചാർജിങ് ഉണ്ടാകും എന്നാണ് പറയണത്. അതുകൊണ്ട് ഇതൊരു അടിപൊളി ഫോൺ എന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രഖ്യാപിക്കുന്നു. എന്താണ് നിങ്ങളെ തീരുമാനം? നിങ്ങളാണ് എടുക്കേണ്ടത്. കമൻറ്റ് ചെയ്യുക അടിയിൽ. ഹലോ ഗായ്സ്, അങ്ങനെ OnePlus ടർബോ 6 പ്രോൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കിടക്കാം. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. പോരാത്തതിന് റെൻഡറും ഞാൻ ഇതിലിടാം. ഇത് കുറച്ച് ചെറിയ മാറ്റങ്ങളാണുള്ളത്. സ്ക്രീൻ സൈസിലേക്ക് വരുമ്പോൾ ഇത് 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 8000 mAh ബാറ്ററി, 80 വാട്ട്സ് ചാർജർ, പിന്നെ ബൈപ്പാസ് ചാർജിങ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ല. പിന്നെ പ്രൈസും കാര്യങ്ങളും യുവാനിലും ഡോളറിലും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. റാമിൽ വരും, എന്ത് സ്റ്റോറേജുകളിൽ വരും എന്നുള്ളതൊക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ. പിന്നെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണും കൂടെയാണ്. പിന്നെ ക്യാമറ മെഗാപിക്സലിലെ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഇത് 2 ക്യാമറ മെഗാപിക്സലാണ് വരുന്നത്. ബാക്ക് ക്യാമറ അതും 50 മെഗാപിക്സലിൻ്റെ റെയറും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ സെൽഫി ഷൂട്ടർ 16 മെഗാപിക്സലിലാണ് ഈ OnePlus ടർബോ 6 Pro ലോഞ്ച് ചെയ്യാൻ പോകുന്ന. റെൻഡറും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വിവോൻ്റെ ഫോൾഡ് ഇറങ്ങാൻ പോകുന്നുണ്ട്. 6th ജനറേഷൻ ഫോൾഡാണ് ഇറങ്ങുന്നത്. ഡിമെൻസിറ്റിൻ്റെ 9500 എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. LPDDR5X റാം, UFS 4.1, LTPO ഡിസ്പ്ലേ ആണ്. രണ്ടും LTPO ഡിസ്പ്ലേകളാണ് വരുന്നത്. 8 ഇഞ്ച് ഇന്നർ സ്ക്രീനും 6.5 ഇഞ്ച് ഔട്ടർ സ്ക്രീനാണ് വരാൻ പോകുന്നത്. 7000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇറ്റ്സ് എ മാസീവ് ഹൈ ലെവൽ ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അത് പോരാണ്ട് ഇത് കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി വെച്ചിട്ടാണ് അളിയന്മാരെ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി ക്യാമറ മെഗാപിക്സലിലേക്ക് കിടക്കുമ്പോൾ ഇത് 200 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറ, 50 മെഗാപിക്സലിലെ പെരിസ്കോപ്പിക് ക്യാമറ, പിന്നെ 50 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 2 ഡിസ്പ്ലേകളും LTPOൻ്റെ ഡിസ്പ്ലേകൾ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇതുവരെയായിട്ട് ഒരു തീരുമാനം കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പറയാം ഇത് ബൈപ്പാസ് ചാർജിങ് ഉണ്ടാക്കും എന്നുള്ളത്. പ്രൈസും കാര്യങ്ങളൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് എ കോമ്പറ്റീഷൻ ടു ഓപ്പോ ആസ് വെൽ എന്നെനിക്ക് പറയാനുണ്ട്. ഇവരുടെ തന്തപ്പൊടിക്കും സാംസങ്ങിനും മോട്ടറോളക്കും അതേപോലെ തന്നെ ഹോണറിനും ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് മാറുന്ന ഒരു സെഗ്മെൻറ്റ് ഫോണായിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്.
പിന്നെ ബൈപ്പാസ് ചാർജിങ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോമ്പറ്റീഷൻ ഈസ് ഗോയിങ് ടു ബി വെരി 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 ഹാർഡർ ഫോർ ഓൾ ദാറ്റ് ഗൈസ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഷിയോമിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഷിയോമിൻ്റെ പുതിയ ഫോണുകളിൽ ഹൈപ്പർ OS 3ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇനി നിങ്ങൾക്ക് ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യുമെന്നാണ് പറയണത്. തീർച്ചയായിട്ടും വരട്ടെ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈപ്പർ OS ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഷിയോമിക്കാർക്ക് ഈ ഒരു അപ്ഡേറ്റ് വളരെ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസുകൾ ചെറിയ ബേസിക് റേഞ്ചിലുള്ള ഫോണുകൾക്ക് അറിയാലോ, ബേസിക് റേഞ്ച് ഉള്ള ഫോണുകൾ, അതായത് ഈ 4 GB 6 GB റാം ഉള്ള ഫോണുകൾക്ക് ഇനി ജെമിനി ഗോ എന്ന് പറഞ്ഞ അപ്ഡേറ്റിലേക്ക് മാറാൻ പോവുകയാണ്. ജെമിനിയുടെ 2.0 അപ്ഡേറ്റ് ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് സീരീസുകളിൽ മാത്രമേ വരുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ആരെങ്കിലും 4 GB റാം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജെമിനി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെമിനി ഗോ ആയിരിക്കും കിട്ടുക. ഇനി ഒരു അട്ടർ കോമഡി ഇവിടെ പറയാനുണ്ട്, അതും കൂടെ നിങ്ങൾ കേട്ടേ പറ്റൂ. ഇത് ആപ്പിൾ യൂസേഴ്സിനുള്ള ഒരു അട്ടർ കോമഡി അപ്ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. iOS 27 റോൾ ഔട്ട് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. റീസെൻ്റ്ലി അവർ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ സിറി ഉണ്ടല്ലോ, സോ കോൾഡ് സിറി ഈസ് ആൻഡ് നോട്ട് എ ഗ്രേറ്റ് തിങ് എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. കാരണം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായത്, അതായത് ഈ iOS 27 പവർഫുൾ സിറിൻ്റെ അപ്ഡേറ്റ് വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി ചില ഫോണുകൾക്കൊക്കെ അത് റോൾ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊക്കെ ഏതൊക്കെ ഫോണുകളിലാണ് വരുന്നത്. എയർ തല്ലിപ്പൊളിയ ഫോണായ എയറിൽ പവർഫുൾ സിറി വരാൻ പോകുന്നുണ്ട്. 17 Pro Maxൽ പവർഫുൾ സിറി വരുന്നുണ്ട്. 17 Proയിൽ പവർഫുൾ സിറിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്പർ 1 സെൽ ഔട്ട് നടക്കുന്ന iPhone 17 പവർഫുൾ സിറി ഇല്ല എന്നാണ് പറയണത്. ആ അപ്ഡേറ്റ് അതിൽ വർക്ക് ചെയ്യില്ല. കാരണം മനസ്സിലാക്കിയത്, അതിലാകെ അവർ യൂസ് ചെയ്യുന്നത് 8 GB റാം. ഏത് 8 GB റാം. അതുകൊണ്ട് പവർഫുൾ സിറി iPhone 17 സീരീസില്ല, iPhone 17 വർക്ക് ചെയ്യില്ല, 16 സീരീസിൽ വർക്ക് ചെയ്യില്ല, 15 സീരീസിൽ വർക്ക് ചെയ്യില്ല, 14 സീരീസിലും 13 സീരീസിലും വർക്ക് ചെയ്യില്ല. പവർഫുൾ സിറി വർക്ക് ചെയ്യുക എയർ, തല്ലിപ്പൊളിയായ എയർ 17 Pro Maxന് മാത്രമേ പവർഫുൾ സിറി വർക്ക് ചെയ്യുള്ളൂ. അട്ടർ 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 R&Dക്കാരാണ് ഐഫോണുകാർ എന്നെനിക്ക് പറഞ്ഞേ പറ്റൂ. പക്ഷെ ആൻഡ്രോയിഡിൽ ജെമിനി വർക്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് അതിൽ ഗോ എങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. 4 GB റാം ഫോണുകൾക്ക് ഗോ വർക്ക് ചെയ്യുന്നുണ്ട്. 12 GB റാമിന് ജെമിനി വർക്ക് ചെയ്യുന്നുണ്ട്. 16 GB റാം ഫോണുകൾക്ക് വരെ ജെമിനി വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണാവോ ആപ്പിളേർ ചിന്തിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സത്യം പറയാലോ, എന്താണ് പുതിയ CEO അയാളെ മണ്ടക്കെന്തേലും കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അട്ടർ ഫ്ലോപ്പ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ XR മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉപയോഗിക്കുന്ന 16 സീരീസ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാട്ട് എ ഷേംഫുൾ ആക്ട് ഫ്രം ഐഫോൺ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ ആൾക്കാർക്ക് ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമ്മൾ കുറച്ചുകൂടെ റെക്കഗ്നൈസ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മളുടെ ഡാഷ്ബോർഡ്സ്, കാര്യങ്ങൾ, നമ്മുടെ റെക്കോർഡ്സ്, എന്ന് മുതൽ നമ്മൾ തുടങ്ങി, എന്ന് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇയാളൊരു പക്ക യൂട്യൂബർ ആണോ, ഒരു പക്ക സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡാഷ്ബോർഡ്സും നമുക്ക് ഒറ്റ കൂടെ കീഴികളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. പേര് ഞാൻ മറന്നുപോയി, അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ USA ഇതിൻ്റെ അപ്ഡേറ്റ് അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രാബല്യത്തിൽ ഇത് ലോകത്തിൽ എല്ലായിടത്തും വരും. അപ്പോൾ വീണ്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാഷ്ബോർഡ്സ്, നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ AI കളക്ട് ചെയ്തിട്ട് പറയും ഇന്ന ആൾ ഇന്നതാണ് എന്നുള്ളത് പറയും. ഇയാളൊരു പക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള എല്ലാ മുദ്രകളും അവിടെ നമുക്ക് പതിപ്പിച്ച് തരും. ഞാൻ ഇതൊരു ട്രയൽ ഔട്ട് ചെയ്ത് നോക്കി, പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ. പക്ഷേ അമേരിക്കൻ യൂസേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യാം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്, അത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പ്രാബല്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെലിഗ്രാം ആപ്പിൾ വാച്ചസിൽ വരാൻ പോകുന്നുണ്ട്. നേറ്റീവ് ആപ്സ് ആയ ടെലിഗ്രാം ആപ്പിൾ വാച്ചുകളിൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് വീഡിയോസുകൾ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ടെലിഗ്രാമിൽ നമുക്ക് വീഡിയോസും ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം. ആ ഓപ്ഷന് നമുക്കിതിലുണ്ട്. പക്ഷേ വാച്ചിൽ അത് സ്റ്റോറേജ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം വാച്ചിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ സ്റ്റോറേജ്. പിന്നെ നമുക്ക് GPS അയക്കാം, ലൊക്കേഷൻസും കാര്യങ്ങളും അയക്കാം. പിന്നെ പോരാത്തതിന് മെസ്സേജസിനൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്യാം. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ആപ്പിൾ വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജസും കാര്യങ്ങളും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സാംസങ്ങിലും നമുക്ക് റിപ്ലൈ ചെയ്യാം, രണ്ടിലും റിപ്ലൈ ചെയ്യാം. അതാണ് ആപ്പിൾ വാച്ചിൻ്റെയും സാംസങ് വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷേ ആപ്പിൾ വാച്ച് ചില എക്കോസിസ്റ്റത്തിൽ ആപ്പിൾ വാച്ച് ഈസ് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സാണ്. പക്ഷേ ടെലിഗ്രാമിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് വന്നതിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും. കാരണം എൻ്റെ കയ്യിൽ ആപ്പിൾ വാച്ച് ഇല്ല, അതുകൊണ്ട് ഡെമോ കാണിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ അപ്ഡേറ്റും ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി മെസ്സേജും ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറയണ, ആപ്പിൾ വാച്ചുകളിൽ ഇനി ടെലിഗ്രാമിൻ്റെ ആപ്ലിക്കേഷനും വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് ഉണ്ട്, നമ്മുടെ റെഡ് മാജിക് ഒരു അഡാർ ഗെയിമിംഗ് ടാബ്ലറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്. റെഡ് മാജിക്കിൻ്റെ ആസ്ട്ര 2 എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇറങ്ങാൻ പോകുന്നത്. അതും സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 9 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ, 185 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട് വിത്ത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. പക്ക ഗെയിമിംഗ് ടാബ്ലറ്റും കൂടെയാണ്. പിന്നെ LPDDR5X റാം, സ്റ്റോറേജുകൾ 12 GB 256 GB, പിന്നെ അതേപോലെ 512 GB 12 GB റാമൊക്കെ വെച്ചിട്ട് ഇറങ്ങും എന്നാണ് പറയണത്. പിന്നെ 16 GB റാം 1 TB സ്റ്റോറേജുകളിലും വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ബാറ്ററി ആണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത ബാറ്ററി, 8500 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രാബ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒരു അഡാർ ലെവൽ സാധനമാണ് നൂബിയയുടെ റെഡ് മാജിക് ആസ്ട്രിയ 2 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെൻഡറും കാര്യങ്ങളും ഞാൻ അടിയിൽ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. അഡാറായിട്ട് ഇങ്ങനെ ഗെയിം കളിക്കണോ, യവനെടുക്കാം. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും. പേടിക്കാൻ ആഗ്രഹമുണ്ടോ, അതും പോയിട്ട് പേടിച്ചോ. ഇനി പ്രൈസിൻ്റെ കാര്യം ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ വല്ല ടാബോ തമാരോ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഗെയിം കളിച്ച് ഒരു ഉന്നത ഉയർച്ചകളിൽ എത്തിക്കാൻ നോക്കാം. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്.
പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ഗൂഗിൾ പിക്സല് ഫസ്റ്റ് സ്റ്റോർ തുറക്കാൻ പോവാണ്. അങ്ങ് ജപ്പാനിലാണ് ഫസ്റ്റ് സ്റ്റോർ തുറക്കാൻ പോകുന്നത്. ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഫിസിക്കലായിട്ട് US ശേഷം വേറൊരു രാജ്യത്ത് ഫസ്റ്റായിട്ട് ഗൂഗിൾ പിക്സൽ ഡിവൈസുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതും ജപ്പാനിൽ. ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. അവിടെ നിങ്ങൾ ഹോം നെസ്റ്റ്, ഗൂഗിളിൻ്റെ ഹോം നെസ്റ്റ്, ഗൂഗിൾ ഹോം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫീൽ ചെയ്തിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് മേടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഗൂഗിളിൻ്റെ പുതിയ ഫിറ്റ്ബിറ്റും അവിടെ വരുന്നുണ്ട്. അതും പോരാണ്ട് ഗൂഗിളിൻ്റെ ഡിവൈസ് നിങ്ങൾക്ക് അവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഫോണും ഡിവൈസുകളും എല്ലാ എക്കോസിസ്റ്റം അവിടെ പോയിട്ട് തന്നെ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗൂഗിൾ ചെയ്തു തരാൻ പോവാണ്. അതും ജപ്പാനിൽ. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. കൺഗ്രാറ്റുലേഷൻ ഫോർ ഗൂഗിൾ ടു ഡു സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. ബട്ട് യു ഷുഡ് ബ്രിങ് ഇറ്റ് ഈവൻ ഇൻ ഇന്ത്യ ആസ് വെൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ UAEയിലും ഗൂഗിൾ പിക്സലിൻ്റെ സ്റ്റോറുകൾ തീർച്ചയായിട്ടും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അതും ഇന്ത്യയിലും കൊണ്ടുവരണം, കേരളത്തിലും കൊണ്ടുവരണം, ഓൾ ഓവർ ഇന്ത്യയിലും കൊണ്ടുവരണം. ഓൾ ഓവർ ദ മിഡിൽ ഈസ്റ്റിലും ഗൂഗിളിൻ്റെ ഷോറൂം, എക്സ്പീരിയൻസ് ഷോറൂം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യുക അടിയിൽ. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനോട് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം. ആഗ്രഹങ്ങൾ എപ്പോഴും വേണം. മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ നമ്മളെ മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പോയിട്ട് കൺസിഡറേഷനിൽ എടുക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാനുള്ളത് ഒരു ക്യാമറ DJI അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻസ്റ്റാ 360 ലൂണ കൊടുത്തിട്ടുണ്ട്. മക്കളെ ഒരു രക്ഷയല്ല, ഡുവൽ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൈസും കാര്യങ്ങളും റിവീൽ ചെയ്യാം. 2799 അവർ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഇട്ട് എന്നാണ് പറയണത്. ഒരു രക്ഷയല്ല. അതും 1 ഇഞ്ച് സെൻസർ. പ്രൈമറി ക്യാമറ 1.8 ഇഞ്ച്. സെക്കൻഡറി ക്യാമറ f2.0 അപ്പർച്ചർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 3x ഒപ്റ്റിക്കൽ സൂം, പിന്നെ 6x ലോസ്ലെസ്. അതായത് സെക്കൻഡറി ക്യാമറയിൽ നിങ്ങൾ സൂം ചെയ്യുമ്പോൾ 6x ലോസ്ലെസ് സൂമിങ് കിട്ടും. പിന്നെ 12x ഡിജിറ്റൽ സൂം. ഓക്കെ, മനസ്സിലായില്ല? ഇനി 8K വീഡിയോയിലേക്ക് വരുമ്പോൾ 30 FPS ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ 4K 120 ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ 4K 240 FPS വീഡിയോ റെക്കോർഡും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 10 ബിറ്റിന്റെ ടച്ച് ലോഗ് വീഡിയോ കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഗുഡ്. പിന്നെ 4 മണിക്കൂറാണ് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ 14 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഉണ്ട്. അതൊരു വലിയൊരു ഹൈലൈറ്റും കൂടെ എന്ന് പറയാനുള്ളത്. ഈവൻ എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷൻസിൽ 14.2 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് സൈൻ ആണ്. പിന്നെ ബിൽറ്റ് ഇൻ സ്റ്റോറേജ് 47 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അതുകൊണ്ട് മെമ്മറി കാർഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇടാം. പക്ഷെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. 1 TB സ്റ്റോറേജ് ആണ് പറയുന്നത്. അത് 1 TB 2 TB ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ. പക്ഷെ ആള് പുലിയാണ്. ഒരു രക്ഷയില്ല. ആള് പുലി എന്ന് പറഞ്ഞാൽ പുലിയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിറ്റാച്ചബിൾ സ്ക്രീനും കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് DJIന്റെ 8Pന്റെ പോലെ തന്നെ നമുക്ക് ഡിറ്റാച്ചബിൾ സ്ക്രീന് ഊരിയിട്ട് റിമോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിൽ ഗസ്റ്റർ സെറ്റ് ചെയ്യണോ, ഗസ്റ്റർ സെറ്റ് ചെയ്യാം. ട്രാക്കിംഗ് മോഡ് ഉണ്ടോ, അതും ചെയ്യാം.
എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആ റിമോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഫ്രണ്ട് ഫേസിങ് ക്യാമറ യൂസ് ചെയ്യണോ അത് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് ഉപയോഗിക്കാം. റെയർ ക്യാമറ ആയിട്ട് ഉപയോഗിക്കണോ റെയർ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് അത് സൂമിങ് ഉപയോഗിക്കണോ സൂമിങ് ആയിട്ട് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും റിമോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെടുത്തെങ്കിലും കയ്യിൽ ഇത് കൊടുക്കുക, എന്ത് ആക്ഷൻ മറ്റേ ക്യാമറ കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ റിമോട്ട് മുകളിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അത് DJIന്റെ 8Pയിൽ ഉള്ള അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ ഇൻസ്റ്റഡ ലൂണ 360ലും വരാൻ പോകുന്നത്. പിന്നെ 20 മീറ്റർ റേഞ്ചും കവർ ചെയ്യും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആണ് എനിക്കിന്ന് പറയാനുള്ളത്. പിന്നെ പോരാത്തതിന് 4 മൈക്ക് ബിൽറ്റിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത്ര ഹൈ ലെവൽ ഓഡിയോ ക്ലാരിറ്റി പിടിക്കാനുള്ള എല്ലാ സംവിധാനവും ഈ DJI എന്നാ പറയുന്നത്, DJI അല്ല നമ്മുടെ ഇൻസ്റ്റഡ 360 ലൂണക്ക് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ഇച്ചിരി കൂടിയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ യവൻ ഉള്ള കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും എൻ്റെ തമാര ഒന്ന് ക്ലിയർ ചെയ്തിട്ട് യവനെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് ആ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ യവന എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ മറ്റേ പോക്കറ്റ് 3 എടുക്കാൻ കുറെ പ്ലാൻ ഇട്ട, പക്ഷെ യവൻ വന്നതിന് ശേഷം എൻ്റെ മനംമാറ്റം മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ എനിക്കിതിൽ അറിയാനുണ്ട്, DJIക്കാരോടുള്ളൊരു ചോദ്യം കൂടെയാണ്. പ്രൊഡക്റ്റ് പ്രയോറിറ്റി ഫോക്കസ് ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു മനംമാറ്റം, ഒരു ചാഞ്ചാട്ടം പോക്കറ്റ് 3യിലേക്ക് ഞാൻ പോകും. ഉള്ളതുപോലെ പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അത് തുറന്ന് കിട്ടണം ആ സാധനം. DJI എന്നല്ല പറയണത്, വായനപ്പോൾ DJI വരുന്നത്. വളരെ സോറി ടു സേ. ഇൻസ്റ്റഡ ലൂണ 360 ഞാൻ വെയിറ്റ് ചെയ്യണം. അതിൽ പ്രൊഡക്റ്റ് പ്രയോറിറ്റി ഫോക്കസും കൂടെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല, കാണണം പൂട്ടിട്ട് ഞാൻ എടുക്കും. അതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പ്രൈസ് വരുന്നത് 2799 ആണെന്നാണ് പറയണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവർ അതിൽ ഡിറ്റാച്ചബിൾ സ്ക്രീനും കൂടെ കൊടുന്നപ്പോൾ ആ മനംമാറ്റമുണ്ടല്ലോ, അതൊരു വലിയൊരു മാറ്റമായിട്ട് മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഷറഫ് DJയിൽ പോയോ, ഞാൻ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കണ്ണും പൂട്ടിയിട്ടെടുത്തോ, ഒന്നും നോക്കണ്ട. സാധനം വേറെ ലെവല്. 2026 ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇൻസ്റ്റ 360 ലൂണ അൾട്ര എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. റെൻഡറൊക്കെ ഞാനിതിലിടാം, പോയിട്ട് പേടിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ. പിന്നെ പോരാത്തതിന് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, പോയിട്ട് വേൾഡ് കപ്പ് കാണാം, സന്തോഷത്തോടെ കിടന്നുറങ്ങുക, ലൈഫ് എൻജോയ് ചെയ്യുക, ഏഷ് ആക്കുക. പിന്നെ തിന്നാൻ പറ്റുന്ന എത്രയോ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. യുദ്ധങ്ങളാണ് വരുന്നത്, തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് എനിക്ക് പറയാനുണ്ട്. പക്ഷെ പൈസ അമിതമാക്കി ചെലവാക്കരുത്, ആവശ്യത്തിന് ചെലവാക്കുക, വയറ് നിറക്കുക, പള്ള നല്ല നിറക്കാൻ പറ്റുന്നുണ്ട് നല്ല നിറക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി സേഫ് ആയിട്ട് ഇരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഓഡിയൻസ് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, പാനിക്ക് ആവാണ്ടിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തവക്കൽത്തു അല്ലല്ല, അള്ളാഹുടെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. മൂപ്പർ എന്താണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക. പരമാവധി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, എല്ലാ മേഖലകളിലും പഠിക്കാൻ ശ്രമിക്കുക. മടിയന്മാരായിട്ട് ഇരിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക, ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അറിവുകൾ പ്രകാശം പരക്കട്ടെ
എന്ന് പറഞ്ഞുകൊണ്ട് ഷംസീർ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഫിനിഷ് ഷംസി ഫോടെക് എന്ന് പറയുന്ന വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വലിയ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.